കേരളത്തിലെ വലിയ നഗരങ്ങളിലെല്ലാം സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഫാസ്റ്റ് ഫുഡ് ഡെലിവറി സംവിധാനങ്ങൾ സജീവമാണ്. നിരവധി പേരാണ് അതിൽ ജോലി ചെയ്ത് വരുമാനം കണ്ടെത്തുന്നതും. കൃത്യസമയത്ത് കസ്റ്റമർക്ക് ഡെലിവറി എത്തിക്കുവാൻ പലരും ജീവൻ പണയം വെച്ചാണ് റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുന്നത്. വൈകി ഡെലിവറി ചെയ്താൽ അത് ജോലിയെയും മാസശമ്പളത്തെയും ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പൊരിവെയിലാണോ, മഴയാണോ, ട്രാഫിക് ആണോ, തകർന്ന റോഡാണോ എന്നൊന്നും ശ്രദ്ധിക്കാതെ ജീവൻ പണയം വെച്ച് ഭൂരിഭാഗം പേരും കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ ഡെലിവറി ജീവനക്കാരും മനുഷ്യരാണെന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്നവർ മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന വീഡിയോയും കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് നടനും നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറും ഒക്കെയായ ബാദുഷ. തന്റെ വാഹനത്തിന് മുന്നിലുണ്ടായ സംഭവം തന്നെയാണ് അദ്ദേഹം വീഡിയോയായി പങ്കുവച്ചിരിക്കുന്നത്. കൃത്യസമയത്ത് ഡെലിവറി നടത്തുവാനായി അമിത വേഗതയിൽ പായുകയായിരുന്ന ഡെലിവറി ബോയിയുടെ ബൈക്ക് ബാദുഷയുടെ വാഹനത്തിൽ ഇടിച്ച് ഡെലിവറി ബോയ് റോഡിലേക്ക് തെറിച്ചു വീഴുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാം. ബാദുഷയും മറ്റു നാട്ടുകാരും ചേർന്നാണ് ആ പയ്യനെ രക്ഷിച്ചതും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും. സൊമാറ്റോയും സ്വിഗ്ഗിയും ഓടിക്കുന്നവരും മനുഷ്യരാണ്. ഓർഡർ കൊടുക്കുന്നവർ ദയവ് ചെയ്ത് എവിടെ എത്തി, എപ്പോൾ എത്തും, എത്താറായോ എന്നൊന്നും ചോദിച്ച് നിരന്തരം ഫോൺ വിളിച്ചുകൊണ്ടിരിക്കാതെ ഓർഡർ ചെയ്യുമ്പോൾ കാണിക്കുന്ന സമയത്ത് അവർ എത്തിക്കുമെന്ന് വിശ്വസിച്ചാൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ജീവിക്കാനുള്ള നെട്ടോട്ടത്തിൽ വിതരണക്കാരൻ സ്വന്തം ജീവനും കുറച്ച് വില നൽകിയാൽ നന്നായിരിക്കും. നിങ്ങളെ പ്രതീക്ഷിച്ച് ഒരു കുടുംബം കാത്തിരിക്കുന്നത് ഓർക്കുക. ജാഗ്രത എന്നാണ് ബാദുഷ കുറിച്ചത്. ബാദുഷയുടെ കാറിന് മുന്നിൽ ഘടിപ്പിച്ചിരുന്ന കാറിന്റെ CCTV ദൃശ്യങ്ങളിലാണ് ഈ ദൃശ്യം പകർന്നത്. വീഡിയോയും കുറിപ്പും വൈറലായതോടെ അപകടത്തിൽപ്പെട്ട ഡെലിവറി ബോയിയുടെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ചും ഏറെ കമന്റുകൾ ഉണ്ടായിരുന്നു. ആ പയ്യൻ സേഫ് ആണല്ലോ അല്ലേ ഇക്ക എന്ന തരത്തിൽ നിരവധി ചോദ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഡെലിവറി ബോയ് സേഫ് ആണെന്ന് ബാദുഷയും മറുപടി നൽകിയിട്ടുണ്ട്. ഡെലിവറി വൈകിയതിന്റെ പേരിൽ കസ്റ്റമറിൽ നിന്നും മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള നിരവധി ഡെലിവറി ബോയ്സ് ഉണ്ട്. ചിലരിൽ നിന്നും ശാരീരികമായ ഉപദ്രവങ്ങളും ആക്ഷേപങ്ങളും വരെ ഡെലിവറി ജീവനക്കാർക്ക് നേരിടേണ്ടി വരാറുമുണ്ട്. ജോലിയെ ബാധിക്കും എന്നതുകൊണ്ട് തന്നെ എല്ലാം സഹിക്കുകയാണ് ഒട്ടുമിക്ക ജീവനക്കാരും ചെയ്യാറുള്ളത്. ഫുഡ് ഡെലിവറി ചെയ്യുന്നവരുടെ വെല്ലുവിളികൾ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മുമ്പ് നോർത്ത് ഇന്ത്യയിൽ ഒരു CEO നടത്തിയ പരീക്ഷണം വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഒരു മാളിൽ ചെന്നപ്പോൾ ലിഫ്റ്റ് ഉപയോഗിക്കരുതെന്നും പടികൾ കയറി പോകണമെന്നും പറഞ്ഞെന്നായിരുന്നു ആരോപണം. മാളിൽ മാത്രമല്ല വേറെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള വേർതിരിവുകൾ ഡെലിവറി ജീവനക്കാർക്ക് അനുഭവിക്കേണ്ടി വരാറുണ്ടെന്നാണ് അന്ന് നിരവധി പേർ കമന്റ് ചെയ്തത്. വാഹനത്തിലെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ബാദുഷ പങ്കുവച്ചത്. 170ഓളം സിനിമകളിൽ പ്രൊഡക്ഷൻ കൺട്രോളറും പ്രൊഡക്ഷൻ മാനേജറുമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ബാദുഷ. പാർത്ഥൻ കണ്ട പരലോകം, എബ്രഹാം ലിങ്കൺ, കുരുക്ഷേത്ര എന്നീ സിനിമകളിലൂടെയാണ് അദ്ദേഹം അഭിനയിച്ചു തുടങ്ങിയത്. കമ്പം, സിൻഡ്രല, കുറുനരി തുടങ്ങിയ ചിത്രങ്ങളാണ് നടനെന്ന നിലയിൽ പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമകൾ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.